ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതുതായി നടന്ന LP അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലുള്ള GK ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ കേരള ഗവൺമെൻറ് വെൽഫെയർ സ്കീംസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 4 സ്കീമുകൾ കൊടുത്തിട്ടുണ്ട്: ഭൂമിക, സ്നേഹപൂർവം, സ്നേഹസ്പർശം, മിത്രം. ഇതിലേതാണ് ശരി? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1A ആണ്. ഒന്നാമത്തേത് ഭൂമിക പദ്ധതി 1A. അതായത് A പറയുന്നത് മെഡിക്കൽ എയ്ഡ് ടു സർവൈവേഴ്സ് ഓഫ് ജെൻഡർ ബേസ്ഡ് വയലൻസ്, ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്ക് ഇരയായവർക്കുള്ള ഒരു സഹായ പദ്ധതിയാണ് ഭൂമിക. ഇനി അടുത്ത ഓരോന്നും നമുക്ക് നോക്കാം. അതിൻ്റെ 2D ആണ് വരുന്നത്. D, ജോബ് സ്കിൽസ് ട്രെയിനിങ് ഫോർ സോഷ്യൽ ഡീവിയൻസ്. അതായത് ആ പദ്ധതിയാണ് മിത്രം പദ്ധതി. അതായത് മുൻകാലത്ത് തടവ് പുള്ളികളായി പിടിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ അവരുടെ ആശ്രിതരായി കഴിയുന്നവരോ അവർക്ക് ഒരു പുനരധിവാസത്തിനുള്ള തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നമ്മളെ മിത്രം പദ്ധതി. ഇനി അടുത്തത് സ്നേഹപൂർവം പദ്ധതിയാണ്. 3B ആണ് വരുന്നത് അതിൻ്റെ ഉത്തരം. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഓർഫൻ വൾണറബിൾ ചിൽഡ്രൻ. എന്താ സ്നേഹപൂർവം പദ്ധതി എന്ന് പറഞ്ഞാൽ, അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള കേരള സർക്കാരിൻ്റെ ഒരു സഹായ പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി എന്നുള്ളത്. പിന്നെ ഇനിയുള്ളത് 4C ആണ്. C, സ്നേഹസ്പർശം പദ്ധതിയാണ്. സ്നേഹസ്പർശം പദ്ധതി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റ് ആൻഡ് ഹെൽപ്പ് അൺവെഡ് മദേഴ്സ്. അതായത് അവിവാഹിതരായ അമ്മമാരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹസ്പർശം എന്നുള്ള പദ്ധതി. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഹൗ മെനി വുമൺ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആർ ദർ ഇൻ 18th ലോക്സഭ? 18ാമത്തെ ലോക്സഭ 2024 നടന്നിട്ടുള്ളത്. ആ ലോക്സഭ ഇലക്ഷനിൽ എത്ര ക്യാബിനറ്റ് വിമൺ മിനിസ്റ്റേഴ്സ് വിമൺ മിനിസ്റ്റേഴ്സ് എത്ര ഉണ്ടെന്നല്ല ചോദിച്ചത്, ക്യാബിനറ്റ് വിമൺ മിനിസ്റ്റേഴ്സ് എത്ര ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് അവിടെ 7 എന്നുള്ള കൊടുത്തിട്ടുള്ളത്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 74 MP-മാരാണ് സ്ത്രീകളായിട്ടുണ്ടായിരുന്നത്. അതിൽ 7 ആളുകളാണ് വുമൺ മിനിസ്റ്റേഴ്സായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. അതിൽ 2 ആളുകളെയാണ് 2 ആണ് അതിൻ്റെ ആൻസർ, ക്യാബിനറ്റ് പദവിയിലുള്ള മന്ത്രിമാരായിട്ടുള്ളത്. അത് ഒന്ന് നിർമ്മല സീതാരാമനും രണ്ടാമത്തത് അന്നപൂർണ ദേവിയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ, ഹയാഒ മിയാസാക്കി വിന്നർ ഓഫ് ദി 2024 രാമൺ മഗ്സാസെ അവാർഡ് ഈസ് റിനൗണ്ട്. അതായത് നമുക്കറിയാം, ഏഷ്യൻ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്ന പ്രൈസാണ് മഗ്സാസെ പുരസ്കാരം. ഈ മഗ്സാസെ പുരസ്കാരം 2024 ലഭിച്ചിട്ടുള്ളത് ഈ മിയാസാക്കിക്കാണ്. അദ്ദേഹം ഏത് മേഖലയിലാണ് പ്രസിദ്ധനായത് എന്നതാണ് ചോദ്യം. അദ്ദേഹം ഒരു ആനിമേഷൻ മൂവിയൊക്കെ ഉണ്ടാക്കുന്ന ആനിമേറ്ററാണ്. മൂവി ഉണ്ടാക്കിയിരുന്ന പ്രസിദ്ധനായ വ്യക്തിയാണ്, ജപ്പാൻകാരനാണ്. അപ്പോൾ മഗ്സാസെ പുരസ്കാരം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 2024 ഇത് ചോദിച്ചിട്ടുള്ളത്. 2025 കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഫിലിപ്പൈൻസിൻ്റെ പ്രസിഡൻ്റായിരുന്ന രമൺ മഗ്സാസെയുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു അവാർഡ് ഉണ്ടാക്കുന്നത്, മഗ്സാസെ പുരസ്കാരം പ്രൈസ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു, ഏഷ്യൻ നോബൽ എന്നറിയപ്പെടുന്ന പ്രൈസാണ് മഗ്സാസെ പുരസ്കാരം. ഇത് പ്രധാനമായിട്ട് പബ്ലിക് സർവീസ്, പൊതുസേവനം, അതുപോലെ തന്നെ ലീഡർഷിപ്പ്, സാമൂഹിക നേതൃത്വം, അതുപോലെ തന്നെ ജേർണലിസം, പത്രപ്രവർത്തനം, അതുപോലെ തന്നെ സമാധാനം, ഈ മേഖലയിൽ പ്രസിദ്ധരായ ആളുകൾക്കാണ് ഇത് നൽകുന്നത്. സ്ഥാപിച്ചത് 1955. അത് ഫിലിപ്പൈൻസിനെ ഞാൻ പറഞ്ഞു രമൺ മഗ്സാസെയുടെ സ്മരണാർത്ഥമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 57 സ്ഥാപിച്ചു. കൊടുക്കാൻ തുടങ്ങിയത് 58 58 ആദ്യമായി ലഭിച്ചത് ഒരു ഇന്ത്യക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ
പേരാണ് ആചാര്യ വിനോബാവ്. നമുക്കറിയാം അദ്ദേഹമാണ് ഫസ്റ്റ് സത്യാഗ്രഹി എന്നറിയപ്പെടുന്ന ഒരു ഗാന്ധിയനായിരുന്നു. ഗാന്ധിയുടെ പാത പിന്തുടർന്ന് ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് ഭൂദാന പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ആ പ്രസ്ഥാനത്തിലൂടെ 80 ഏക്കറോളം അദ്ദേഹം ആദ്യം പാവങ്ങൾക്ക് ദാനം ചെയ്ത് അവരുടെ പുനരധിവാസത്തിനൊക്കെ വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. പിന്നീട് ഈ പാത പിന്തുടർന്ന് ഈ പ്രസ്ഥാനം വളർന്ന് ഒരുപാട് ആളുകളെ ഏറ്റെടുക്കുകയുണ്ടായി. അദ്ദേഹത്തിനാണ് 1958 ഈ പുരസ്കാരം ലഭിച്ചത്. പിന്നെ നമ്മൾ പറയാം മിയാസാക്കി, അദ്ദേഹം ജപ്പാൻകാരനാണ്. അദ്ദേഹത്തിനാണ് 2024 ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ടു ആർട്ട്, എഡ്യൂക്കേഷൻ, എൻവയോൺമെൻറ്റ്. അദ്ദേഹം നമ്മൾ പറഞ്ഞു ഈ പുരസ്കാരം നൽകുന്നത് പബ്ലിക് സർവീസിനും അതുപോലെ തന്നെ ലീഡർഷിപ്പ്, ജേർണലിസം, അതുപോലെ തന്നെ സമാധാനം, ഇതിനൊക്കെയാണ് കൊടുക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഒരു സിനിമ ഒരു ആനിമേഷൻ മൂവി ഉണ്ടാക്കുന്ന ആളായിട്ടും അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫിലിമിലൂടെ പരിസ്ഥിതിയെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന മൂവിയാണ് അദ്ദേഹം പുറത്തിറക്കിയിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. ഈ 2025 കിട്ടിയത്. അപ്പോൾ 24 കിട്ടിയതാണ് ഇവിടെ ചോദ്യം വന്നത്. ഇനി 25 കിട്ടിയത് ആർക്കാണ് എന്നാണ് അടുത്തത് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. 25 പ്രധാനമായിട്ടും 3 ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. 2 ആളുകൾക്കും ഒരു NGOക്കാണ് കിട്ടിയത്, ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് കിട്ടിയിട്ടുള്ളത്. അത് ഒന്നാമത്തെ ഷാഹിന അലി, മാലദ്വീപുകാരിയാണ്. പരിസ്ഥിതി പ്രവർത്തകയായിരുന്നു. എൻവയോൺമെൻറ്റൽ ലീഡർഷിപ്പിനാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്, ഷാഹിന അലി. രണ്ടാമത്തത് ഫ്ലാവിയാനോ അന്റോണിയോ, ഫിലിപ്പീൻസുകാരനാണ്. അദ്ദേഹം ഒപ്രസ്ഡായ അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥ പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു ഒരു സംഘടനക്കാണ് ലഭിച്ചിട്ടുള്ളത്. ആ സംഘടനയുടെ പേര് എഡ്യൂക്കേറ്റ് ഗേൾസ്. ഇന്ത്യയിലുള്ള ഒരു NGO ആണ്, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. ആ NGOക്കാണ്, എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന NGOക്കാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ മെക്സാസെ പുരസ്കാരം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് 2024 2025 നമ്മൾ പറഞ്ഞു. ഇനി 4ാമത്തെ ചോദ്യം, when did Mannat Padmanabhan give up law practice and pledged to dedicate his life as full-time secretary of NSS? നമുക്കറിയാം NSS സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹം NSSന് വേണ്ടിയിട്ട് ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് തൻ്റെ വക്കീൽ പണി വരെ ഉപേക്ഷിച്ച് ഇറങ്ങിയത് എന്നാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം NSS സ്ഥാപിച്ചത് ഒക്ടോബർ 31, 1914. അതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ 15 ജൂലൈ 11 അദ്ദേഹം തൻ്റെ ലോ പ്രാക്ടീസൊക്കെ ഒഴിവാക്കി ഫുൾ ടൈം സർവീസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങിയത്. അപ്പോൾ 1915 ജൂലൈ 11. അതിനോടൊപ്പം മനസ്സിലാക്കാനുള്ളതാണ് 1914 ഒക്ടോബർ 31 NSS മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇതിനു വേണ്ടി ഇറങ്ങിയത് 1915 ജൂലൈ 11. ഇനി 5ാമത്തെ ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് വുമൻ ലീഡേഴ്സ് ഓഫ് ദി വേലൂർ മണിമലർക്കാവ് ബ്രസ്റ്റ് ക്ലോത്ത് അജിറ്റേഷൻ ഡെഡ് ഇൻ ജൂൺ 2023? 2023 കറണ്ട് അഫയേഴ്സുമായിൻ്റെ ഭാഗമായിട്ട് വന്ന ചോദ്യം തന്നെയാണ്. 2023 പ്രസിദ്ധമായ ഒരു അജിറ്റേഷനാണ് തൃശ്ശൂരിലെ മണിമലർക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവവേളയിൽ നടന്ന പ്രക്ഷോഭനം. ഒരു അജിറ്റേഷനാണ് വേളൂർ മാറുമറക്കൽ സമരം. ഈ വേളൂർ മണിമലർക്കാവ് ബ്രസ്റ്റ് ക്ലോത്ത് അജിറ്റേഷന് 1956 നടക്കുന്നത്. അത് നമുക്കറിയാം പ്രസിദ്ധമായ ചാന്നാർ ലഹള 19ാം നൂറ്റാണ്ടിൽ സ്ത്രീകൾക്ക് മാറുമറക്കാൻ വേണ്ടി തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ്. 1859 നടന്ന സമരമാണ് ചാന്നാർ ലഹള. മേൽമുണ്ട് സമരം എന്നറിയപ്പെടും. അതിനോടനുബന്ധിച്ച് നമുക്ക് പഠിക്കാനുള്ള ഡേറ്റാണ് 1859 ജൂലൈ 26. ആ ചാന്നാർ ഉത്രം എന്ന കോഡിലായിരുന്നു ഞാനൊക്കെ പഠിച്ചിരുന്നത്. ചാന്നാർ ഉത്രം എന്ന് ആലോചിച്ചാൽ മതി.
ചാന്നാറ് ലഹള ഉത്രം തിരുനാളാണ് സ്വാതന്ത്ര്യം അനുഭവിച്ച് 1859 ജൂലൈ 26 പ്രഖ്യാപനം നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് പോരാടിയ സ്ത്രീയാണ് നങ്ങേലി. അതുപോലെ 20-ാം നൂറ്റാണ്ടിൽ 1956 തൃശ്ശൂരിലെ മണിമലർക്കാവ് ക്ഷേത്രത്തിൻ്റെ ഉത്സവവേളയിൽ നടന്ന ഒരു പ്രക്ഷോഭമാണ്, ഒരു അജിറ്റേഷനാണ് വേളൂർ മാറുമറക്കൽ, അല്ലെങ്കിൽ വേളൂർ മണിമലർക്കാവ് ബ്രസ്റ്റ് ക്ലോത്ത് അജിറ്റേഷൻ. അപ്പോൾ അവർ ഈ അടുത്ത് 2023 ജൂണിനാണ് അവർ മരിച്ചിട്ടുള്ളത്. അവരുടെ പേര് ദേവകി നമ്പീശൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ദേവകി നമ്പീശനാണ് അതിൻ്റെ ഉത്തരമായി വരുന്നത്. ഇനി അടുത്തത്, അക്കോർഡിംഗ് ടു ദ വാർഡ് ഡിലിമിറ്റേഷൻ നോട്ടിഫിക്കേഷൻ ഓഫ് സെപ്റ്റംബർ 2024, ഹൗ മെനി ന്യൂ വാർഡ്സ് ആർ ബീയിങ് ആഡഡ് അറ്റ് ഗ്രാമപഞ്ചായത്ത് ലെവൽ? അതായത് 2011 സെൻസസ് പ്രകാരം പുതിയ ഗ്രാമപഞ്ചായത്തിൽ പുതിയ വാർഡുകൾ ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് ലെവലിൽ 1375 വാർഡാണ് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാനുള്ളത്, ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല വാർഡുകൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിൽ 1375 ആഡ് ചെയ്തു. മുനിസിപ്പാലിറ്റിയിൽ 128 പുതിയ വാർഡുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 187 പുതിയ വാർഡുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിൽ 15ഓളം പുതിയ ഡിവിഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേഷനുകളിൽ 7 പുതിയ വാർഡുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണത്. ഇനി 7ാമത്തെ ചോദ്യമാണ്, മാച്ച് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് ദ ഫീച്ചർ റിലേറ്റീവ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻ. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായി ബന്ധപ്പെട്ട റിലേഷനിലുള്ള കുറച്ച് ആർട്ടിക്കിളാണ്, ഒരു 4ഓളം ആർട്ടിക്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ്? മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ്. അത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 263 263. നമ്മൾ ആൻസർ ഇതിൽ വരുന്നത് ഡി ആണ്. 1B 2C 3D 4A. 1B ആണ്. ബി എന്ന് പറഞ്ഞാൽ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ, അതായത് അന്തർ സംസ്ഥാന കൗൺസിൽ എന്ന് പറയും. അതായത് നമ്മളെ സംസ്ഥാനങ്ങൾക്കിടയിൽ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും അല്ലെങ്കിൽ പൊതുവായ താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കൗൺസിലാണ് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ. അതിൻ്റെ ആർട്ടിക്കിളാണ് 263. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 267. 267 പറയുന്നത് കണ്ടിജൻസി ഫണ്ടാണ്. എന്താണ് കണ്ടിജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ? അടിയന്തര ഫണ്ട്. അടിയന്തര ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അടിയന്തര ഫണ്ടാണ് ഈ കണ്ടിജൻസി ഫണ്ട്. അതായത് അപ്രതീക്ഷിതമായ ചെലവുകൾ നേരിടാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുള്ള പ്രത്യേക ഒരു നിധിയാണ് കണ്ടിജൻസി ഫണ്ട്. അടിയന്തര ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെലവ് വഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടിജൻസി ഫണ്ട് ഉണ്ടാക്കിയുള്ളത്. അതിൻ്റെ അധികാരം അപ്പോൾ 267 1, അതായത് 267(1) പറയുന്നത് കേന്ദ്ര കണ്ടിജൻസി ഫണ്ടിനെ കുറിച്ചാണ്. അതിൻ്റെ അധികാരം, പൂർണ്ണ അധികാരം പ്രസിഡൻറ്റിനാണ്. ഇനി അതിൻ്റെ 267(2) അത് പറയുന്നത് കണ്ടിജൻസി ഫണ്ട് ഓഫ് സ്റ്റേറ്റ് ആണ്. അതിൻ്റെ അധികാരം ഗവർണർക്കാണ്. അത് സംസ്ഥാനത്തിൻ്റെ അടിയന്തര ഫണ്ട് അതുണ്ടാക്കാനും അത് കൈവശം വെക്കാനുള്ള അധികാരം ഗവർണർക്കാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത് ആർട്ടിക്കിൾ 248 നമുക്കൊക്കെ അറിയാം ഈ ആർട്ടിക്കിൾ. റെസിജ്വറി പവേഴ്സ് ഓഫ് ലെജിസ്ലേഷൻ, അതായത് മലയാളത്തിൽ അവശിഷ്ടാധികാരം എന്ന് പറയും. എന്താണ് റെസിജ്വറി പവർ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം 3 ലിസ്റ്റുകളാണുള്ളത്. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഇവയിലൊന്നും ഉൾപ്പെടാത്ത വിഷയങ്ങളുണ്ടാവും. അപ്പോൾ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ലിസ്റ്റ് ചെയ്യാത്ത പിന്നീട് വന്ന വിഷയങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ GST
101 ഭേദഗതിയാണ് അമെൻമെൻറ്റ്. പിന്നെ ആർട്ടിക്കിൾ 246A GSTയെ കുറിച്ചാണ് പറയുന്നത്. GST കൗൺസിൽ ഉണ്ട് കേട്ടോ. GST കൗൺസിൽ വേറെ തന്നെയാണ്. അപ്പോൾ പിന്നെ GST പിന്നീട് വന്നതാണ്. അതുപോലെ തന്നെ സൈബർ നിയമങ്ങൾ. അപ്പോൾ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ലിസ്റ്റ് ചെയ്യാത്ത പിന്നീട് വന്ന വിഷയങ്ങളാണ് ഈ ആർട്ടിക്കിൾ 248. അതിനാണ് റെസിജ്വറി പവേഴ്സ്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 248 പറയുന്നത്. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞു GST കൗൺസിൽ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ. ആ ആർട്ടിക്കിൾ നിലവിൽ വന്നിട്ടുള്ളത് നിലവിൽ വന്നതല്ല, ആർട്ടിക്കിൾ 279A പറയുന്നത്. GST നമുക്കറിയാം, GST കൗൺസിൽ നിലവിൽ വന്നത് 2016 സെപ്റ്റംബറിലാണ്. എന്നാൽ കേരളത്തിൽ GST വന്നത് 2017 ജൂലൈ 1. അതിൻ്റെ ഭാഗമായിട്ടൊന്നും മനസ്സിലാക്കി വെക്കാന്നുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ റിലേറ്റഡ് ആയ ആർട്ടിക്കിൾ 4 അവിടെ കൊടുത്തിട്ടുള്ളത്. ആ ആർട്ടിക്കിളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി വിച്ച് 2 ബിലോ ഗിവൺ എംപ്ലോയ്മെൻറ്റ് സ്കീംസ് വേർ മെർജ്ഡ് വിത്ത് MGNREGS 2006. അതായത് 2006 മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്, അതായത് തൊഴിലുറപ്പ് പദ്ധതി, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഇത് 2006 അപ്പോൾ അതിനോട് മെർജ് ചെയ്തു ഇത്തരം ഒരു തൊഴിലുറപ്പ് പദ്ധതികൾപ്പെട്ട പദ്ധതിയാണ് 2ഉം 4ഉം. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന, അതുപോലെ തന്നെ നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ഇത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിലായിട്ട് മെർജ് ചെയ്തു ഈ 2 പദ്ധതികൾ. അതാണ് ആ 2 പദ്ധതി ഏതൊക്കെയാണെന്ന് ചോദിച്ചത്, അത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ MGNREGSനെ കുറിച്ച് പറയുമ്പോൾ, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ പേര് NREGA എന്നായിരുന്നു. NREGA, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്നാണ് ആക്ട് ഉണ്ടായിരുന്നത്. പിന്നീട് 2009 ഒക്ടോബർ 2 അതിൽ മഹാത്മാഗാന്ധിയുടെ പേരിൽ പുനർനാമകരണം ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഇടയ്ക്ക് ചോദിക്കുന്ന മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്, ഇത് തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായിട്ട് 2005 സെപ്റ്റംബർ 5 പ്രസിഡന്റ് അംഗീകാരം കൊടുത്തു. അന്നത്തെ കാലത്തെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമാണ്. പിന്നെ അത് നിലവിൽ വന്നത്, പ്രസിഡന്റ് അംഗീകരിച്ചത് 2005 സെപ്റ്റംബർ 5 എന്നാൽ നിലവിൽ വന്നത് 2006 ഫെബ്രുവരി 2 നിലവിൽ വന്നത്. അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് ആണ്. അപ്പോൾ 2006 ഏത് പഞ്ചവത്സര പദ്ധതിയാണെന്ന് ഓർത്തു വെക്കുക. 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്. പിന്നെ നമുക്ക് ഇതിനോട് കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കി വെക്കാനുള്ള ഒരു കാര്യമാണ് ഇത്. നമുക്കറിയാം, പിന്നെ വിവരാവകാശം നിലവിൽ വരാൻ കാരണമായ സംഘടനയാണല്ലോ മസ്തൂർ കിസാൻ ശക്തി സംഘടൻ, അരുണ റോയ് സ്ഥാപിച്ച. അപ്പോൾ ആ സംഘടന തന്നെയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും നിലവിൽ വരാൻ കാരണം. പിന്നെ കേരളത്തിൽ ആദ്യമായിട്ട് തൊഴിലുറപ്പ് പദ്ധതി വന്നത് 2 ജില്ലകളിലാണ്, പാലക്കാടും വയനാടുമാണ്. ഓക്കെ, അപ്പോൾ ഇതിനോട് ഭാഗമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്നുള്ളൂ. ഇനി 9ാമത്തെ ചോദ്യം, IPC സെക്ഷൻ 124A റിപ്പീൽ ഇൻ ദി ഭാരതീയ ന്യായ സംഹിത പെർട്ടൈൻസ് ടു വിച്ച് സബ്ജക്റ്റ്? അതായത് ചോദ്യം, ഭാരതീയ ന്യായ സംഹിതയിൽ റദ്ദാക്കിയ IPC സെക്ഷൻ 124A ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? നമുക്കറിയാം സെഡിഷനാണ്. സെഡിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യദ്രോഹ കുറ്റം എന്നാണ്. അതായത് ഈ അടുത്തെന്ന് പറഞ്ഞാൽ 2024 ജൂലൈയിലാണ് BNC ഭാരതീയ ന്യായ സംഹിത IPC ഒഴിവാക്കി ഇന്ത്യൻ പീനൽ കോഡ് പേര് മാറ്റിയിട്ട് IPCക്ക് പകരം കൊണ്ടുവന്നതാണ് BNC. അപ്പോൾ അതിൽ IPCയിലെ 124A എന്നുള്ളത് അതിലുണ്ടായിരുന്നൊരു നിയമമാണ്. ആ നിയമം പറയുന്നത്
സർക്കാരിനെതിരെ എഴുതുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്താൽ കേസെടുക്കാം, 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം എന്ന ഇതാണ് IPCയിലെ 124A. അത് എന്താക്കി, അത് റദ്ദ് ചെയ്തു. ഭാരതീയ ന്യായ സംഹിത 2024 ജൂലൈയിൽ വന്നപ്പോൾ അമിത്ഷയുടെ നേതൃത്വത്തിൽ ആ ഒരു നിയമം ഒഴിവാക്കി. ആ ഒരു നിയമം ഒഴിവാക്കിയാണ്ട് പാടെ ഒഴിവാക്കിയിട്ടില്ല. BNC 147 147 ആയി മാറ്റി. അതായത് സർക്കാരിനെതിരെ എഴുതുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യുമ്പോൾ കേസെടുക്കുക എന്നുള്ളത് മാറ്റിയിട്ട് ഇന്ത്യൻ സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ യുദ്ധപ്രേരണ നടത്തുകയോ ചെയ്യുക എന്നതാക്കി മാറ്റി. അപ്പോൾ സ്ട്രോങ് കുറച്ചു. ഓക്കെ. അപ്പോൾ IPCയിൽ ആ നിയമം ഉണ്ടായിരുന്നത് 124A സെഡിഷനാണ്. രാജ്യദ്രോഹ കുറ്റമായിട്ട് പരിഗണിച്ചിരുന്നത് സർക്കാരിനെതിരെ എന്തെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കേസെടുക്കുക എന്നുള്ളതാണ്. നമ്മളിവിടുത്തെ ചോദ്യം ഇതാണ്, ഭാരതീയ ന്യായ സംഹിതയിൽ റദ്ദാക്കിയ IPC സെക്ഷൻ 124A ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വിഷയമാണ്? സെഡിഷനാണ്, രാജ്യദ്രോഹ കുറ്റം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ BNCയിലെത്തിയപ്പോൾ BNCയിലെ ആർട്ടിക്കിൾ മാറി. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സെക്ഷൻ 147 ആണ് അമിത്ഷാ BNC പിന്നെ ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവന്നപ്പോൾ മാറ്റിയത്. അതിൽ മാറ്റിയത് ഞാൻ പറഞ്ഞു, അങ്ങനെ സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുകയോ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയോ ചെയ്താൽ. ഇനി BNCയെ കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ 358 സെക്ഷൻസാണ് പിന്നെ എന്തിലുള്ളത്, BNCയിൽ ഭാരതീയ ന്യായ സംഹിതയിലുള്ളത്. 20 ചാപ്റ്ററുകളാണുള്ളത്. ഓക്കെ. അപ്പോൾ ആകെ IPC മാറ്റിയിട്ട് BNS ഭാരതീയ ന്യായ സംഹിത 2023 അതിനോട് കൂടെ ഡേറ്റ്. പക്ഷേ നിലവിൽ വന്നിട്ടുള്ളത് 2024 ജൂലൈയിലാണ്. ഒന്ന് മനസ്സിലാക്കി വെക്കുക. 10ാമത്തെ ചോദ്യമാണ്, ഐഡൻറ്റിഫൈ ദ ഓഥർ ഓഫ് ബുക്ക് മലബാർ കലാപം 1921-22. മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് K. മാധവൻ നായരാണ്. ഓക്കെ. ഇത്ര ചോദ്യമാണ് ഈ വീഡിയോയിലുള്ളത്. ഇനി ബാക്കി 10 ചോദ്യങ്ങളും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം.